ബംഗ്ലാദേശും ഇന്ത്യയും അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളിലെ ഗ്രാമീണർക്ക് ക്ലാസുകൾ നൽകുകയും അവരുടെ യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ BSF. ഗ്രാമീണർക്ക് ഒരു അവബോധം സൃഷ്ടിച്ചുകൊണ്ട് നുഴഞ്ഞുകയറ്റക്കാരെ തടയാനാണ് സേനയുടെ നീക്കം. കാരണം 4096 കിലോമീറ്ററാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബോർഡർ. അവിടങ്ങളിലുടനീളം സൈന്യത്തെ വിന്യസിക്കുക അസാധ്യമായ സാഹചര്യത്തിലാണ് ഇത്തരം നുഴഞ്ഞുകയറ്റക്കാരെ കൈകാര്യം ചെയ്യാൻ ഗ്രാമീണർക്ക് പരിശീലനം നൽകുന്നത്. BSFന്റെ 68ാം നമ്പർ ബറ്റാലിയനാണ് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ചൗതാഹിയ, സിംഗമോറ, ഇച്ചാമതി, ബദംപൂർ, രംഗത്ത്, മത്പൂർ, മസിക്പൂർ തുടങ്ങിയ ഗ്രാമങ്ങളിലാണ് ഇത്തരത്തിൽ BSF ഉദ്യോഗസ്ഥരെത്തുകയും ഗ്രാമമുഖ്യൻ, അതായത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ തന്നെ ഒരു മീറ്റിംഗ് കൂടി ബംഗ്ലാദേശിൽ എന്താണ് നടക്കുന്നതെന്നും അവർ എത്തരത്തിൽ നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ടെന്നും ഗ്രാമീണർക്ക് വിശദമായി കൊടുക്കുന്നത്. അങ്ങനെ സംശയാസ്പദമായി എന്ത് കണ്ടാലും അത് സൈന്യത്തിനെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയും വിവരം അറിയിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഒപ്പം തന്നെ എല്ലാ ദിവസവും എപ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടോ ഇല്ലെങ്കിൽ ഈ സൈന്യവുമായിട്ടോ അല്ലെങ്കിൽ സേനാ വിഭാഗങ്ങളുമായിട്ടോ കമ്മ്യൂണിക്കേഷൻ സ്ഥിരമായി നടത്തണം എന്നുകൂടി ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ഗ്രാമീണരൊക്കെ അതിന് നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ് അതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ മത്സ്യബന്ധനത്തിനും മറ്റും പോകുന്ന ഗ്രാമീണർക്ക് പ്രത്യേക നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഏതായാലും മത്സ്യബന്ധനത്തിനും മറ്റും പോകുന്ന ഗ്രാമീണർക്ക് ഒരു പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും സംശയാസ്പദമായ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സൈന്യത്തെ വിവരം അറിയിക്കണം. ഏതായാലും സൈന്യവും നാട്ടുകാരും കൂടി കൈകോർക്കുമ്പോൾ നുഴഞ്ഞുകയറ്റക്കാർക്ക് പിന്തിരിയേണ്ടി വരും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ഇത്തരത്തിലുള്ളൊരു നീക്കം ജമ്മു കാശ്മീരിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അവിടുത്തെ ഉൾഗ്രാമങ്ങൾക്ക് സൈന്യം ഗ്രാമീണർക്ക് ട്രെയിനിങ് നൽകിക്കൊണ്ട് തോക്കുകളും മറ്റും നൽകി ഭീകരന്മാരെ തുരത്താൻ ശ്രമിച്ചതും അത് വലിയ വിജയത്തിലായതും ആയിട്ടുള്ള അനവധി വാർത്തകൾ പുറത്തു വന്നിട്ടുമുണ്ട്. ഏതായാലും അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് പശ്ചിമ ബംഗാൾ അതിർത്തിയിൽ സൈന്യത്തിൻ്റെ പുതിയ നീക്കം. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.